ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണോ, അല്ലെങ്കിൽ ഫയൽ ചെയ്തു കഴിഞ്ഞു? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ തെറ്റുകൾ പോലും അവർ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. അതുകൊണ്ട് ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി വരുത്തുന്ന എന്നാൽ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന 7 പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തെറ്റായ ITR ഫോം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ശമ്പളം കൂടാതെ ക്യാപിറ്റൽ ഗെയിൻസോ വാടക വരുമാനമോ ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ ITR 1 ഫോം ഉപയോഗിക്കാൻ പാടില്ല. ഓരോ തരം വരുമാനത്തിനും അതിൻ്റെതായ ഫോം ഉണ്ട്. തെറ്റായ ഫോം തിരഞ്ഞെടുത്താൽ തുടക്കത്തിൽ തന്നെ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. എല്ലാ വരുമാനവും കാണിക്കാതിരിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിലെ പലിശ, FDയിലെ പലിശ, ക്രിപ്റ്റോയിൽ നിന്നുള്ള ലാഭം, ഇങ്ങനെ ചെറിയ വരുമാനങ്ങൾ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ AIS ഫോം 26AS എന്നിവയുമായി പൊരുത്തക്കേട് വരും. നോട്ടീസ് ഉറപ്പാണ്. TDSലെ പൊരുത്തക്കേടുകൾ. നിങ്ങളുടെ ഫോം 26ASൽ കാണുന്ന TDS തുകയും നിങ്ങൾ റിട്ടേണിൽ ക്ലെയിം ചെയ്യുന്ന തുകയും ഒന്നായിരിക്കണം. വ്യത്യാസമുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടുപിടിക്കും. തെറ്റായ കിഴിവുകൾ ക്ലെയിം ചെയ്യുന്നത്. ATC, ATD, HRA പോലുള്ളവയ്ക്ക് കൃത്യമായ രേഖകളില്ലാതെ കൂടുതൽ തുക ക്ലെയിം ചെയ്താൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടപ്പുള്ളിയാകാൻ വേറെ ഒന്നും വേണ്ട. വലിയ ഇടപാടുകൾ അല്ലെങ്കിൽ വരുമാനത്തിലെ കുറവ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വലിയൊരു തുക വരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാനം കാര്യമായി കുറയുന്നത്, ഇതെല്ലാം അവരുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം പ്രത്യേകം ശ്രദ്ധിക്കും. അതിന് കൃത്യമായ കാരണം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നോട്ടീസ് വരും. ഈ വെരിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത്. ITR ഫയൽ ചെയ്താൽ മാത്രം പോരാ. 30 ദിവസത്തിനുള്ളിൽ ഈ വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്തതിന് ഒരു വിലയുമില്ല. അത് ഇൻവാലിഡ് ആയി കണക്കാക്കും. നോട്ടീസുകൾക്ക് മറുപടി നൽകാതിരിക്കുന്നത്. വല്ല നോട്ടീസും വന്നാൽ അതിന് കൃത്യസമയത്ത് മറുപടി നൽകണം. മറുപടി കൊടുക്കാതിരിക്കുന്നത് ചെറിയ തെറ്റുകളെ പോലും വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ നോട്ടീസുകൾ എങ്ങനെ ഒഴിവാക്കാം? വളരെ സിമ്പിളാണ്. ശരിയായ ITR ഫോം തിരഞ്ഞെടുക്കുക. ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ AIS, ഫോം 26AS എന്നിവയുമായി എല്ലാം ഒത്തുനോക്കുക. ക്ലെയിം ചെയ്യുന്ന എല്ലാ കിഴിവുകൾക്കും കൃത്യമായ രേഖകൾ കയ്യിൽ കരുതുക. ഫയൽ ചെയ്ത് ഉടൻ തന്നെ ഈ വെരിഫൈ ചെയ്യുക. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ അനാവശ്യമായ പിഴയും ടെൻഷനും നമുക്ക് ഒഴിവാക്കാം. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ITR ഫയൽ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.